ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും മുന്നണിയിലേക്ക് ക്ഷണിച്ച UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ജോസഫ് വിഭാഗത്തിന് കടുത്ത അതൃപ്തി. ജോസ് കെ മാണിയുടെ പാർട്ടി തോറ്റു തുന്നമ്പാടി നിൽക്കുകയാണെന്നും അവരുടെ പിറകെ നടക്കേണ്ട ഒരാവശ്യമില്ലെന്നും മോൻസ് ജോസഫ് MLA. UDFിലെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകളുമായി നേതാക്കൾ ഇറങ്ങരുതെന്ന കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മോൻസ് ജോസഫ് 24നോട് പ്രതികരിച്ചു. ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടി ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പം അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് ഇപ്പോൾ UDFിനുണ്ടോ? ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെ കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളിൽ ഉൾപ്പെടെ UDFിന് ഉജ്ജ്വലമായ വിജയമുണ്ടാവുകയും ജോസ് കെ മാണിയുടെ പാർട്ടി ദയനീയമായി പരാജയപ്പെടുകയും നിൽക്കുമ്പം പിന്നെ ആ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം അവരില്ലാത്തപ്പോൾ UDF നേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് UDFിനെ ദുർബലപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുമായി കോൺഗ്രസ് നേതാക്കന്മാർ ദയവ് ഇത് ഇറങ്ങരുതെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ജോസ് കെ മാണിയെ വലവീശി പിടിക്കാൻ ആളുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ടോ? എന്താ വിവരം? ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ ചില ചർച്ചകൾ ജോസ് കെ മാണിയെ വലവീശി പിടിക്കുന്നത് നല്ലതാണെന്നുള്ള ചില ചിന്ത ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത്രയും അനുകൂലമായ UDFിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിട്ട് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നും, ഒപ്പം തന്നെ മാണി സി കാപ്പൻ MLA പോലും ഇവർ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രതികരണം നടത്തി. ഇതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പ്രതികരണം ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല. ജോസ് കെ മാണി വരുന്നതിനെക്കുറിച്ചും ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പലതവണ ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണങ്ങൾ ആരായുമ്പോഴൊക്കെ തന്നെ അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, മുന്നണിക്കുള്ളിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചെയ്യും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവർക്കും വലിയ നേട്ടം, ജോസഫ് വിഭാഗത്തിനും അവരുടെ കരുത്ത് തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു മറുപടി മോൻസ് ജോസഫിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്നത്. നിലവിലെ ഈ പ്രസ്താവനകൾ ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നത് UDFിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ്. ഒരു ശക്തിയില്ലാത്ത മുന്നണിയാണെന്ന് ജനങ്ങളിൽ തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് നിർത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം. സ്വന്തം ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും. ജോസ് കെ മാണി വിഭാഗം പാർട്ടി UDF വിട്ട് പോയിട്ടും യാതൊരു തിരിച്ചടിയും UDFിന് ഉണ്ടായിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ മികച്ച വിജയം നേടാൻ UDFിന് സാധിച്ചു. അത് ശക്തി കുറവുള്ളത് കൊണ്ടല്ല, നല്ല ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും എന്നിട്ടും ജോസ് കെ മാണി വിഭാഗത്തെ ഈ നേതാക്കൾ ക്ഷണിക്കുന്നതെന്ന് അറിയില്ല. അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു വിമർശനത്തിലേക്ക് മോൻസ് ജോസഫ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മോൻസ് ജോസഫിനും അതുപോലെ മാണി സി കാപ്പനും ഒക്കെ ടെൻഷനായി. ജോസ് കെ മാണിക്ക് എങ്ങനെ ദുർബുദ്ധി തോന്നി തിരിച്ച് UDFിലേക്കെങ്ങ് വന്നാൽ നമ്മുടെ അവസ്ഥ മാണി സി കാപ്പന് പാല നഷ്ടമാകുമോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും വരും കാലത്ത് നമുക്കതിനെക്കുറിച്ച് അറിയാം. കാര്യം രാഷ്ട്രീയത്തിൽ നിത്യ ശത്രു നിതാന്ത സുഹൃത്തുമില്ല എന്നൊരു മൊഴിയുണ്ട്. നോ പെർമനന്റ് ഫ്രണ്ട്, നോ പെർമനന്റ് എനിമി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.